കല്യാണം ഉറപ്പിച്ചപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം തരുന്ന എത്ര മക്കളാണോ അത്രയും മക്കളെ സ്വീകരിക്കുക എന്നൊരു തീരുമാനം ഞങ്ങളെടുത്തു. വയറിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു വരെ ഓരോ ദിവസം കുർബാനയിൽ പങ്കെടുക്കട്ടെ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് 7ാമത്തെ ആൾ വരെ ഡെലിവറിക്ക് പോകുന്ന അന്ന് രാവിലെ വരെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഡെലിവറി കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് അന്ന് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ മാറുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് വയനാട് ഉള്ള ജെയ്സൺ ചേട്ടൻ്റെയും നീമ ചേച്ചിയുടെയും ജീവിതകഥയാണ്. മക്കളെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തി അവർ ജീവിക്കുകയാണ്. പൗലോസിലൊക്കെ പറയുന്നില്ലേ, എനിക്ക് ലാഭമായിരുന്ന പലതും ഞാൻ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കരുതിയെന്ന്. അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ജെയ്സൺ ജോൺ, കോഴിക്കോടുള്ള ദേവഗിരി ഇടവകയിലെ അംഗമാണ്. വൈഫ് നീമ. 7 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ അവിടെ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ അധ്യാപകനാണ്. PG ചെയ്യുന്ന സമയത്താണ് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീസസ് യൂത്തുമായിട്ട് NIT-യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു NIT-യിൽ ജീസസ് യൂത്തിൻ്റെ. അപ്പം അവിടെ ഒരു പ്രോ ലൈഫിൻ്റെ പ്രോഗ്രാമുകൾ കൂടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ജീവൻ്റെ മൂല്യവും അതിനെക്കുറിച്ചൊക്കെ പതുക്കെ അറിയാനൊക്കെ തുടങ്ങിയത്. ജീവനെ കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തത് ജീസസ് യൂത്തിൻ്റെ പ്രോ ലൈഫ് മിനിസ്ട്രീൻ്റെ ക്ലാസ്സുകളെല്ലാം കേട്ടപ്പോഴാണ്. അന്ന് പക്ഷേ ഞാൻ ഒരു അമ്മയാവുന്നതിന് ഇത്രയും മക്കളുണ്ടാകുമെന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ലേ പോലും ദൈവം തരുന്ന ജീവൻ്റെ വിലയെ പറ്റിയിട്ട് ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം തരുന്ന എത്ര മക്കളാണോ അത്രയും മക്കളെ സ്വീകരിക്കുക എന്നൊരു തീരുമാനം ഞങ്ങളെടുത്തു. ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നും ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന അത്രയും മക്കളെ സ്വീകരിക്കാനാണ് ഞങ്ങൾ തീരുമാനം എടുത്തത്. കല്യാണം ഉറപ്പിച്ച സമയത്ത് തൊട്ട് ഞങ്ങൾ 2 പേരും തീരുമാനം എടുത്തത്. അന്ന് ഞാൻ ബാംഗ്ലൂരായിരുന്നു. എന്നാലും ഞാൻ ഡെയിലി അവിടെ എവിടെയാണ് കുർബാന ഉള്ളതെന്ന് നോക്കി കണ്ടുപിടിച്ച് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അവിടെ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും പരമാവധി എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മക്കളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഒരു ദിവസം പോലും മുടങ്ങാതിരിക്കാനായിട്ട് നോക്കി. വയറിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു വരെ ഓരോ ദിവസം കുർബാനയിൽ പങ്കെടുക്കട്ടെ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് 7ാമത്തെ ആൾ വരെ ഡെലിവറിക്ക് പോകുന്ന അന്ന് രാവിലെ വരെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഡെലിവറി കഴിഞ്ഞാണെങ്കിലും 1 മാസം ഒക്കെ ആകുമ്പോഴത്തേനും അവരുടെ മാമോദീസ നടത്തി അവരെയും കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ചെറിയൊരു സ്റ്റൈഫൻഡോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിൽ അതിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ കുഞ്ഞിനെ ഞങ്ങൾ കൺസീവ് ചെയ്തു. ആ കാലഘട്ടത്തിൽ M.Tech കഴിഞ്ഞു. എനിക്കൊരു ഗസ്റ്റ് ലെക്ചറായിട്ട് തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി കിട്ടി. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു സാമ്പത്തിക മേഖലയിലാണെങ്കിൽ തമ്പുരാൻ പതുക്കെ അതിനോടൊപ്പം ഓരോ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് ഇങ്ങനെ നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. 2ാമത്തെ കുഞ്ഞായപ്പോൾ എനിക്ക് PhD-ക്ക് വേണ്ടി NIT കാലിക്കറ്റിൽ തന്നെ PhD-ക്ക് ജോലി ചെയ്തു. അവിടെ സ്റ്റൈഫൻഡ് കുറച്ചും കൂടി ഉയർന്ന സ്റ്റൈഫൻഡ് കിട്ടി. പൊതുവേ ഒന്ന് സെറ്റിലായ ശേഷം കുഞ്ഞുങ്ങളെ സ്വീകരിക്കാമെന്നാണ് എല്ലാവരും പറയുക. കൂടെയുള്ളവരൊക്കെ ഇനിയൊന്ന് 2 പേരായി, ഇനിയൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. പക്ഷേ തമ്പുരാൻ്റെ സമയത്തിന് വിട്ടുകൊടുത്തപ്പോൾ തമ്പുരാൻ 3ാമത്തെ ആളെ തന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ 3ാമത്തെ ആളെ കിട്ടിയപ്പോൾ ഏകദേശം 5 കൊല്ലങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ച ഒരു PSC-യിൽ ഒരു 3ാം റാങ്കോടുകൂടി പെട്ടെന്നൊരു മെസ്സേജ് വന്ന് പോളിടെക്നിക്കിൽ ഒരു ലെക്ചറായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് അങ്ങനെ തമ്പുരാൻ 3 കുഞ്ഞുങ്ങളെ ആയപ്പോഴേക്ക് ഒരു സ്ഥിര ജോലിയിലേക്ക് തന്നെ പെട്ടെന്ന് എത്തിച്ചു.
അങ്ങനെ വീണ്ടും 4-മത്തെയും 5-മത്തെയൊക്കെ കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്യുമ്പോഴും തമ്പുരാൻ പല വിധത്തിൽ പലരിലൂടെയാണെങ്കിലും പല ഹെൽപ്പുകളിലൂടെ കൊണ്ടുപോയി. ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നാളുകളൊന്നും അങ്ങനെ തോന്നാറില്ല. ജോലി ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഓരോ മക്കളെയും ദൈവം തരുന്ന സമയത്ത് സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അത് ഇടയ്ക്ക് എനിക്ക് വിഷമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കാം എന്നുള്ള ഇതിലാണ്. ആദ്യകാലങ്ങളിൽ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാമെന്നുള്ളത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. എന്നും കുർബാനയ്ക്ക് പോകുന്നത്. കാരണം ജീവിത പങ്കാളിക്കും അങ്ങനെ തന്നെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് തുടർന്നു പോകാനായിട്ട് പറ്റി. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ 2 പേർക്കും തുറന്ന മനസ്സ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ സാക്രിഫൈസ് എന്തായാലും ഉണ്ടാവും. കാരണം ജോബിൻ്റെ മേഖല 2 പേരും ഒരു പ്രൊഫഷണൽ PG കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ സാക്രിഫൈസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം മക്കളിലൂടെ ദൈവത്തിനുണ്ട് എന്നുള്ള ഒരു ബോധ്യം, സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവമാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ ചെറിയ കാലഘട്ടത്തിലുള്ള ഈ സാക്രിഫൈസ് ആണെങ്കിലും തമ്പുരാൻ പിന്നീട് ഞങ്ങളിൽ അതൊരു വലിയ നന്മയായി തന്ന ഒരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. കൊറോണ ഉണ്ടായിരുന്ന സമയത്ത് കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു ദിവസം പോലും ഞങ്ങൾ മുടങ്ങാതെ ദിവ്യബലിയിൽ ഓൺലൈനായിട്ടാണ് കൂടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി നടന്ന ദിവസം ആ ഡെലിവറി കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് അന്ന് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോൾ ജോലിയാണെങ്കിലും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ഉണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ മാറുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു കുഞ്ഞ് അബോർഷനായിപ്പോയി. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള മൂത്ത മകനുണ്ടായത്. അപ്പോൾ അന്ന് നമ്മൾ ആഗ്രഹിച്ച സമയത്തൊന്നും ഒരു കുഞ്ഞിനെ കിട്ടിയില്ല. അപ്പോഴാണ് ശരിക്കും പൂർണ്ണമായിട്ടൊരു തീരുമാനം വന്നത്. അതുവരെ നമ്മൾ അതിനെപ്പറ്റി അത്ര ചിന്തിച്ചിട്ടില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായത് അന്നാണ്. പിന്നെ എത്ര മക്കളുണ്ടായാലും എപ്പോഴാണെങ്കിലും അത് സ്വീകരിക്കാം. അവർ വളരെ അടുത്തടുത്തുണ്ടായതാണെങ്കിലും അതിലൊന്നും ഒരു വിഷമം തോന്നിയിട്ടില്ല. പിന്നെ ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും അവരുടെ കാണുമ്പോൾ അവരുടെ കളികളൊക്കെ കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ്. ചില സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും, ടെൻഷനൊക്കെ വരും. എന്നാലും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ ബാക്കി എല്ലാ വിഷമങ്ങളും മറക്കും. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഇഷ്ടംപോലെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിൻ്റെ ഇടയിലും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഒരു ആനന്ദം, അതാണ് ഞങ്ങളെ ഒന്നിച്ചിപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും ഇല്ലാതാകുന്നതിൻ്റെ, പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി അവരെടുക്കുന്ന ത്യാഗത്തിലൂടെയൊക്കെ അവർ ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.